Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wa ashhadu anna Muhammadan abduhu wa rasuluhu. Arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal mushrikun. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا يهتمنكم سليمان وجنوده وهم لا يشعرون فتبسم ضاحكا من قولها قال وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ചെറിയൊരു വിഷയത്തെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വിശ്വാസിനിയുടെ, ഒരു കുടുംബിനിയുടെ ഒരു ജീവിതം, ഒരു ദിവസത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലൂടെ തന്നെ അല്പം ചില സമയം മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അള്ളാഹു നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മൾ. കുറേ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റിയത്. എന്തെങ്കിലും ശാരീരികമായൊരു ബുദ്ധിമുട്ട് എനിക്കോ നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റൂല. എത്ര ആളുകളുണ്ട് തളർന്നു കിടക്കുന്നവർ, അസുഖമുള്ളവർ, പ്രയാസങ്ങളുള്ളവർ. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ ചെന്നു. അയാളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക. എന്താ പ്രശ്നം? ജമാഅത്ത് നടക്കുന്ന സമയത്ത് അദ്ദേഹം കരച്ചിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞു. തൊട്ടടുത്ത പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നത് മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുക. കൃത്യമായി ജമാഅത്തിന് പോയിരുന്ന സഹോദരന് ശാരീരികമായ പ്രയാസത്താൽ ജമാഅത്തിന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ആ വീട്ടിന്റെ ആ ഉമ്മ പറയാണ്, ആ സഹോദരി പറയാണ്, ലഹർ ബാങ്ക് കൊടുത്ത് ഏകദേശം ജമാഅത്ത് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തുടങ്ങും. ജമാഅത്ത് തുടങ്ങിയ മൂപ്പര് കരയിലിടും. എന്താ സഹോദരിമാരെ, അത് വല്ലാത്തൊരു മനസ്സാണത്. എനിക്കങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ലല്ലോ, ആ ജമാഅത്തിൽ എനിക്ക് ഭാഗവാക്കാകാൻ പറ്റുന്നില്ലല്ലോ എന്ന വല്ലാത്തൊരു അടങ്ങാത്ത വിഷമം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന പടച്ചവർക്ക് കൂലി തരും. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു തിരുവചനത്തിന്റെ ആശയം ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഞാൻ അതിനുശേഷം ആ വീടുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയിരുന്നു. ഇന്നലെയൊക്കെ ഒരു കരച്ചിലിന് ചെറിയൊരു കുറവുണ്ട് എന്ന് പറഞ്ഞു. വലിയ പ്രായമൊന്നുമില്ല, ഒരു 10-60 വയസ്സുള്ള ഒരാളാണ്, ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷേ പെട്ടെന്നൊരു ഭാഗം ചെറിയ രൂപത്തിൽ തളർന്നു, പിന്നെ നടക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് പള്ളിയിലെത്തിയിരുന്ന മനുഷ്യനാണ്, ജമാഅത്തിൽ ഭാഗവാക്കായിരുന്ന മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ഈ കരച്ചിൽ അള്ളാഹിനെ പറ്റിയുള്ള ഭയപ്പാട് കൊണ്ടാണ്, നിങ്ങൾക്ക് അള്ളാഹ് കൂലി തരും. അവിടെ ജമാഅത്ത് നടക്കുമ്പോൾ നിങ്ങൾ എവിടെ വെച്ച് നിസ്കരിച്ചാലും ആ ജമാഅത്തിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്ന് സഹോദരിമാരെ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥക്കനുസരിച്ചുകൊണ്ട് കൂലി തരാൻ ഈ ലോകത്ത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. മഹാനായ റസൂലുള്ളാഹിക്ക് യുദ്ധം നടന്നതിന് ശേഷം യുദ്ധാനന്തര സ്വത്ത് ഓഹരി വെച്ച കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. യുദ്ധാനന്തരം മുതൽ റസൂലുള്ളാഹി ഇങ്ങനെ ഓഹരി വെക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആളുകൾക്ക് മാറ്റിവെച്ചു, 2-3 ആളുകൾക്ക്. അവിടെ കൂടിയ ഗനീമത്ത് സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് അവിടെ കൂടിയ ആളുകൾക്കാണ് ഓഹരി വെക്കുക. അപ്പൊ റസൂലുള്ളാഹി 2-3 ഓഹരി ഇങ്ങനെ മാറ്റിവെച്ചു. സഹാബത്ത് ചോദിച്ചു, നബി ഇതായിരിക്കാം? റസൂലുള്ളാഹി പറഞ്ഞു, അത് വേറെ ചില ആളുകൾക്കാണ്. അപ്പൊ ആരോ ചോദിച്ചു, നബിയെ ഇവിടെ പങ്കെടുക്കാത്തവർക്ക് കൊടുക്കണ്ടല്ലോ, പട്ടിണി പാവങ്ങളാണവര്, കഷ്ടപ്പെടുന്നവരാണ്. ആ ഓഹരി കൂടി അവരുടെ ഓഹരിയിൽ കൂടിയാൽ കുറച്ചുകൂടി കൂടുമല്ലോ. മനുഷ്യന്റെ ഒരു മനസ്സാണത്. നബി പങ്കെടുക്കാത്ത ആളുകൾക്ക് എന്താ നിങ്ങൾ മാറ്റിവെച്ചത്? ശരിക്കും അങ്ങനെ ചോദിക്കാൻ പാടില്ല.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹ് അറിയിച്ചു കൊടുത്തതിനനുസരിച്ച് റസൂൽ ചെയ്യൂല. പക്ഷെ അവര് സ്നേഹത്തോടെ ചോദിച്ചതാണ്. ആ സമയത്ത് റസൂൽ പറഞ്ഞൊരു വാക്കെന്താണെന്നോ, ഇന്ന ഫിൽ മദീനത്തി ലരിജാലൻ മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ അശ്റകൂകും ഫിൽ അജ്ർ. മഹാനായ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചത് ഈ ഇരിക്കണം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിക്കേണ്ട ഒരു സംഭവമാണ്. റസൂൽ പറഞ്ഞു, ഈ അനന്തര സ്വത്ത് അഥവാ ഗനീമത്ത് സ്വത്ത് ഞാൻ മാറ്റിവെച്ചത് ആർക്കാണെന്നോ, ചില ആളുകൾ മദീനത്തുണ്ട്, നിങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, ശത്രുക്കളുമായി ഇടയാടിയിട്ടില്ല, പക്ഷെ നിങ്ങളെ അതേപോലെ കൂലി പടച്ചവന് കൊടുക്കും. നിങ്ങളുടെ കൂടെ യുദ്ധത്തിൽ വന്നിട്ടില്ല, ശത്രുക്കളെ വെട്ടിയിട്ടില്ല, ഒന്നിലും പങ്കെടുത്തിട്ടില്ല, പക്ഷേ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നൽകും. ആരാണവർ? ഹബസഹുമുൽ മറദു, രോഗമാണ് അവരെ ഇങ്ങോട്ട് വരാൻ തടസ്സപ്പെടുത്തിയത്. രോഗം കാരണത്താൽ വരാത്തവർ ഇല്ലാ അശ്റകൂകും ഫിൽ അജ്ർ. അല്ലാഹു റസൂൽ പറയാ, ഓൽക്ക് പടച്ചവൻ കൂലി കൊടുക്കുന്ന. എന്താ സഹോദരിമാരെ, ഇന്നിപ്പോ ഈ ക്ലാസ് ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് ആത്മാർത്ഥമായി പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വന്നിട്ടില്ല, ശാരീരികമായ എന്തോ ബുദ്ധിമുട്ടാണ്. നിങ്ങളിവിടെ 1 2 അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ക്ലാസ് ഇരുന്ന് തിരിച്ചു പോകുന്ന അതേ കൂലി ആ വീട്ടിലിരിക്കുന്ന ഉമ്മാക്ക് കൊടുക്കും, അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അതാണ് ഇസ്ലാം. അതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം. അതാണ് നമ്മെ സ്നേഹിക്കുന്ന പടച്ച റബ്ബ്. നമ്മുടെ കാര്യത്തിൽ നമ്മേക്കാളും താല്പര്യമുള്ളവനാണ് റബ്ബ്. നമ്മുടെ സ്വർഗപ്രവേശനത്തിൽ നമ്മേക്കാളും കൊതിയുള്ളവനാകുന്നു റബ്ബ്. നരകത്തിൽ നിന്ന് ഞാനും നിങ്ങൾ രക്ഷപ്പെടാൻ നമ്മേക്കാളും ആഗ്രഹിക്കുന്നവനാണ് റബ്ബ്. ആ റബ്ബിനെ നമ്മൾ അനുഭവിച്ചറിയണം. ഞാൻ പറഞ്ഞെന്താണെന്നോ, അള്ളാഹിന്റെ ദീനിനോട് കാണിക്കുന്നൊരു താല്പര്യം അത് നിലന്ന് കിട്ടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാം. വിശ്വാസികളെ, അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മൾ അല്ലേ. എന്തൊക്കെ സുഖങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, എന്തൊക്കെ സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ കീഴ്പോട്ടിങ്ങനെ നോക്കുമ്പോഴേ അനുഗ്രഹത്തിന്റെ വില അറിയുകയുള്ളൂ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹ് കുറേ അനുഗ്രഹം നൽകിയൊരു മനുഷ്യനാണ് ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട സൂറത്തിന്റെ അംലിലെ 1-2 ചെറിയ ആയത്താണ് ഓതിക്കേൽപ്പിച്ചത്. അതിലൂടെ നമുക്കൊരല്പം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ അനുഗ്രഹം കൊടുത്തൊരു പ്രവാചകനാണ് സുലൈമാൻ നബി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ശൈലി എങ്ങനെയാണെന്നോ, ആർക്കും കൊടുക്കാത്ത അനുഗ്രഹം പടച്ചോൻ എനിക്ക് താ എന്ന് പ്രാർത്ഥിച്ചൊരു മനുഷ്യനാണ്. നമ്മളും പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരാൾക്കും കൊടുക്കാത്ത അനുഗ്രഹം എനിക്ക് താ, ഒരാൾക്കും കൊടുക്കാത്ത അനുഗ്രഹം വിശ്വാസികളെ അള്ളാഹ് കൊടുത്തു. ഈ ലോകത്ത് പ്രവാചകത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യം. ഒരാളെ പ്രവാചകനാകുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചവർക്ക് ലഭിക്കൂല, അള്ളാഹു അനുഗ്രഹിച്ചവർക്ക് മാത്രമേ പ്രവാചകത്വം ലഭിക്കുകയുള്ളൂ. അള്ളാഹ് പ്രവാചകത്വം നൽകി, ഭരണാധികാരം നൽകി, രാജാവാക്കി, അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ വാരിക്കോരിക്കൊടുത്തൊരു പ്രവാചകനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ. സുലൈമാൻ നബിക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഇന്നത്തെ കാലത്തെ പോലെ വിമാനോ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. മൂപ്പർക്ക് എവിടേക്കെങ്കിലും പോകണം, അദ്ദേഹത്തിന്റെ ഭരണ കേന്ദ്രങ്ങളിലൂടെ അദ്ദേഹത്തിന് ഒരു രാജാവ് എന്ന നിലക്ക്, ഒരു ഭരണാധികാരി എന്ന നിലക്ക് സഞ്ചരിക്കേണ്ടി വരുമല്ലോ. ബസ്സില്ല, കാറില്ല, സൗകര്യങ്ങളില്ല. മൂപ്പർക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് ഇങ്ങനെ നിന്നു കൊടുത്താൽ മതി, കാറ്റണ്ട് കൊണ്ടുപോകും. ഇപ്പോ നിങ്ങൾക്കോ എനിക്കോ എങ്ങോട്ടെങ്കിലും വിദേശത്തേക്കൊക്കെ പോകണമെങ്കിൽ ഒന്നുകിൽ കരിപ്പൂരിക്ക് പോകണം, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിലേക്ക് പോകണം, എയർപോർട്ടിലേക്ക് പോകണമല്ലോ. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എങ്ങോട്ട് യാത്ര ചെയ്യണോ, നല്ല ഡ്രസ്സ് മാറ്റിയിട്ട് ഇങ്ങനെ നിന്നാൽ മതി, കാറ്റണ് കൊണ്ടുപോകും. എത്രത്തോളം? 1 മാസം സഞ്ചരിക്കേണ്ട ദൂരം ഏതാനും സമയങ്ങൾക്കുള്ളിൽ പടച്ചോൻ കൊണ്ടുപോകും. എന്നാണ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുന്നില്ല, സുരക്ഷിതമായിട്ട് ഇറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര അനുഗ്രഹം നൽകിയൊരു മനുഷ്യനാണ് സുലൈമാൻ നബി. പിന്നെ സുലൈമാൻ നബിക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ എന്താണെന്നോ, ഈ ഭൂമിയിലെ സകല വസ്തുക്കളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ള. ഒരിക്കങ്ങനെ തൻ്റെ അണികളെ പരിശോധിക്കാണ്, സേനാനായകനാണ്, അദ്ദേഹത്തിൻ്റെ അണികളെ പരിശോധിക്കാണ്. ഈ അണികളെ പരിശോധിക്കുന്നതിനിടക്ക് ഹുദ്ഹുദിനെ കാണുന്നില്ല. ഹുദ്ഹുദ് ആരാ? കാര്യപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൈന്യത്തിലെ കാര്യപ്പെട്ട ഒരു മെമ്പറാണ്. ഹുദ്ഹുദിനെ കാണണം. ഹുദ്ഹുദ് എവിടെ? മഹാനായ സുലൈമാൻ നബിക്ക് വിഷമായി. കാരണം എന്താ? ഹുദ്ഹുദിനെ കൊണ്ട് സുലൈമാൻ നബിക്ക് ഒരു കാര്യമുണ്ട്. ഹുദ്ഹുദ് എവിടെ? അതിൽ സുലൈമാൻ നബിക്ക് ദേഷ്യമായി, ഇങ്ങോട്ട് വരട്ടെ, അറുക്കുന്നു പറഞ്ഞു, അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ ആബ്സെന്റ് ആയത് എന്തുകൊണ്ടാണെന്ന് കാര്യം ബോധിപ്പിക്കണം. എന്തുകൊണ്ട് വരാതിരുന്നു എന്ന് കാര്യം ബോധിപ്പിക്കണം.
കുറച്ച് കഴിഞ്ഞേക്ക് ഹുദൂദ് ഇങ്ങനെ പാറിങ്ങനെ വന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? തൊട്ടടുത്തൊരു സ്ഥലത്ത് നിന്നൊരു വിവരം ശേഖരിച്ചു കൊണ്ടാണ് വരുന്നത്. ഒരു കാര്യപ്പെട്ടൊരു വിവരം മനസ്സിലാക്കി പഠിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് സുലൈമാൻ നബിക്ക് ദേഷ്യത്തിൽ നിൽക്കുന്ന സുലൈമാൻ നബി എന്നിട്ട് ദേഷ്യം പോയി. അപ്പൊ ഇങ്ങനെ ഒരു വിഷയമായി. എന്താ? തൊട്ടടുത്ത രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി സൂര്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു നാട്, അവിടുത്തെ ഭരണാധികാരിയും ആളുകളും അള്ളാഹ്ക്ക് പുറമെ സൂര്യനെ ആരാധിക്കുന്നവരാണ്. നമ്മൾ ഒരു മിനിറ്റ് മനസ്സിലാക്കേണ്ട എന്താണെന്നോ, സുലൈമാൻ നബിക്ക് തൊട്ടടുത്ത രാജ്യത്ത് എന്താ നടക്കണമെന്ന് അറിയണില്ല. ഈ ഹുദ്ഹുദ് വന്നിട്ട് ഇന്നിന്ന രൂപത്തിൽ ഒരു സമൂഹമാണവർ, വിശ്വാസം കൊണ്ട് നടക്കുന്നവരാണെന്ന് ഹുദ്ഹുദ് എന്ന് പറഞ്ഞ സമയത്താണ് സുലൈമാൻ നബിക്ക് മനസ്സിലാകുന്നത്. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്നോ, അങ്ങനെ ഈ ജീവജാലങ്ങളെ മുഴുവനും റഹ്മാനായ റബ്ബ് സുലൈമാൻ നബി കീഴ്പ്പെടുത്തി കൊടുക്കണം. ഉറുമ്പിന്റെ ഒരു സൂറത്ത് നംലാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ആഘോദിക്കൽപ്പിച്ചത്. ആ സൂറത്തിന്റെ പേര് ഉറുമ്പ് എന്നാണ്. നംല് സൂറത്തിന്റെ പേരിനർത്ഥം എന്താണ്? ഉറുമ്പ് എന്നാണ്. ഓതി ആയത്ത് എന്താണെന്നോ, സുലൈമാൻ നബി ഇങ്ങനെ സൈന്യങ്ങളുമായി പോകുമ്പോ ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത്ത് നംലത്തുൻ ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംൽ ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബിയും കൂട്ടർ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഉറുമ്പുണ്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യണം, ഉറുമ്പിൻ കൂട്ടങ്ങളെ മാറി നിൽക്കൂ. ഉറുമ്പുകളെ മാറി നിൽക്കണം. കാരണം മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളൊക്കെ ഭയങ്കര സ്നേഹത്തിലും ഒരുമയിലും ഇണക്കത്തിലാണ്. എന്നാൽ നമ്മളാണ് കണ്ടാ പരസ്പരം മുണ്ടായും മുറിക്കായും പ്രശ്നങ്ങളൊക്കെ മനുഷ്യരാണ്. ഈ ഉറുമ്പുകളുടെ സംഘായിട്ട് നീങ്ങാണ്. അതിലൊരു ഉറുമ്പ് ഉറക്കെ വിളിച്ചു പറയാണ്, യാ അയ്യുഹൻ നംല്, ഉറുമ്പിൻ കൂട്ടങ്ങളെ വഴിമാറിക്കൊടുക്കണം. സുലൈമാനും സൈന്യവും ഇതിങ്ങനെ വരുന്നുണ്ട്. നമ്മളെ അറിയാതെ അവർ ചവിട്ടി അരച്ചന് പോകും. ഫതബസ്സമ, ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉറുമ്പിന്റെ സംസാരം മനസ്സിലാകാൻ അവസരം കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വതആല ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് സുലൈമാൻ നബിക്ക് നൽകിയിരുന്നു. സുലൈമാൻ നബി ഈ ഒരു ഉറുമ്പിന്റെ ശബ്ദം കേട്ടപ്പോ, ഈ സംസാരം കേട്ടപ്പോ ഫതബസ്സമ ലാഹികം മിൻ ഖൗലിഹാ, ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് വല്ലാതെ താഴ്മ കാണിക്കണം. ഞാൻ പറഞ്ഞെന്താണെന്നോ, എന്ത് അനുഗ്രഹങ്ങളും ഈ പ്രവാചകന്മാർക്ക് കയ്യിൽ വന്നാൽ റബ്ബിനോട് ശുക്ർ കാണിച്ചിരുന്നു. സുലൈമാൻ നബി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് സഹോദരിമാരെ. ഈ ക്ലാസിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന നിലക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ പ്രാർത്ഥന നിങ്ങൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായി പഠിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ ഈ സൂറത്ത് നംലിലെ ഈ ഒരു ആയത്ത്, 2-ാമത്തെ പേജിൽ ഈ ആയത്തിൽ വന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. മഹാനായ സുലൈമാൻ നബി റബ്ബിനോട് താഴ്മ കാണിക്കുന്നു. കോടാനുകൂടി മനുഷ്യരുടെ കൂട്ടത്തിൽ ഉറുമ്പിന്റെ സംസാരം വേർതിരിച്ചു മനസ്സിലാക്കാൻ എനിക്ക് തൗഫീക്ക് നൽകിയ റബ്ബേ, നീ എന്നെ അനുഗ്രഹിക്കണേ. റബ്ബി ഔസീനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. സുലൈമാനെ ഇവിടുന്ന് പ്രാർത്ഥിക്കുക, പടച്ചോനെ എന്നെ നീ സഹായിക്കണം. റബ്ബി ഔസീനി എന്നെന്താ? പടച്ചോ എന്നെ നീ സഹായിക്കണം. എന്തിന്? അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ തുണക്കണേ. സുലൈമാൻ നബി റബ്ബിനോട് പ്രാർത്ഥിക്കുക, എനിക്ക് ഭരണാധികാരം നൽകി എല്ലാ ജീവജാലങ്ങളും എനിക്ക് കീഴ്പ്പെടുത്തുന്നു, ഈ ഉറുമ്പിന്റെ സംസാരം പോലും വേർതിരിച്ചു മനസ്സിലാക്കാൻ എനിക്ക് തൗഫീക്ക് നൽകിയ റബ്ബേ, നിനക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ തുണക്കണേ എന്ന് സുലൈമാൻ നബി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനും നിങ്ങളുമൊക്കെ എത്രമാത്രം അനുഗ്രഹങ്ങളുടെ നിറവിലാണെന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹു നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മൾ. ഈ അനുഗ്രഹങ്ങൾക്ക് വിശ്വാസികളെ നമ്മൾ നന്ദി കാണിക്കണം. ആ നന്ദിയുടെ ഭാഗമാണ് ഇസ്ലാമികമായ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നമ്മൾ യാത്ര പറയേണ്ടവരാണ്. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്ന്, ഒരു ഗ്യാരണ്ടി സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിലില്ല. എപ്പോൾ അള്ളാഹു വിളിച്ചാലും പോകണം. എന്തുറപ്പാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? തൊട്ടടുത്തൊരു കടയിൽ നിന്നൊരു സാധനം ഒരു 10 രൂപക്ക് വാങ്ങിയാൽ അതിനൊരു ഗ്യാരണ്ടി ഉണ്ട്. നമ്മുടെ വിലപ്പെട്ട ജീവൻ എന്ത് ഗ്യാരണ്ടിയായുള്ളത്? ഒരു ഉറപ്പുമില്ല. നല്ല ആരോഗ്യമുണ്ട് എന്ന് വിചാരിക്കുന്നവർ തട്ടിത്തറഞ്ഞു വീഴുന്നു, അല്ലെങ്കിൽ അതാ അസുഖം വന്ന് മരിച്ചു എന്ന് പറയുന്നു. ഈ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകണം. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയരാകേണ്ടവരാണ്.
അതുകൊണ്ട് തന്നെ ഇത്രയും അനുഗ്രഹം നൽകി അള്ളാഹു നമ്മെ വിട്ടു എങ്കിൽ നമ്മുടെ സൃഷ്ടിപ്പ് കൊണ്ട് ലക്ഷ്യം കണ്ടിട്ടുണ്ട്. മറ്റുള്ള ഇതര ജീവജാലങ്ങൾ ജീവനാശമടയുന്നത് പോലെ ജീവനാശം അടയേണ്ടവരല്ല നമ്മൾ. എന്താ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അള്ളാഹ് നമുക്ക് സൃഷ്ടിച്ച സുഖങ്ങൾ നൽകി, ഈ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകി ഭൂമിയിൽ നമ്മെ ജീവിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആരാണ് നന്മകൾ ചെയ്യുന്നു എന്ന് പരിശോധിക്കാനാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ പരിശോധിച്ച് നോക്ക്. ലക്ഷ്യം മറന്ന് സഞ്ചരിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഭൂരിഭാഗം ആളുകൾ. അള്ളാഹിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്തെല്ലാം വേണ്ടാത്തരങ്ങൾ, എന്തെല്ലാം തിന്മകൾ, എന്തെല്ലാം നെറികേടുകൾ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുന്നവണ്ണം വളരെ കുറവാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഖലീലും മിൻ ഇബാദിയ ശുക്കൂർ. ഭൂരിപക്ഷം മനുഷ്യരും അള്ളാഹുവിന് നന്ദി കാണിക്കാത്തവരാണ്. നന്ദി കാണിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഈ ഇരിക്കണം നിങ്ങളും ഞാനും മനസ്സിലാക്കിയതുപോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കൃത്യതയുള്ളവരായി മാറുക എന്നതാണ് അള്ളാഹുവിന് കാണിക്കുന്ന ശുക്രിൽ ഏറ്റവും പ്രധാനം. അൽഹംദുലില്ലാ, ഈ സംസാരം കേൾക്കുന്ന ഈ താഴക്കോട്, ഈ ആനമങ്ങാട് മണ്ഡലത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. പക്ഷേ നമുക്കതിൻ്റെ വില അറിയണം. ഇപ്പം നിങ്ങൾ ളുഹ്ർ നിസ്കരിച്ചല്ലോ, നിങ്ങളുടെ നിസ്കാരത്തിന് അള്ളാൻ്റെ അടുത്ത് കൂലിയുണ്ട്. നിങ്ങൾ സുബഹി നിസ്കരിച്ചില്ലേ, അതിന് കൂലിയുണ്ട്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോ, കൂലിയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ദിക്ർ നിങ്ങൾ ചൊല്ലിയോ, പ്രതിഫലമുണ്ട്. അല്ലേ? ഒരു സഹോദരി മറ്റൊരു സഹോദരിയെ കണ്ടെന്ന് പുഞ്ചിരിച്ചോ, പ്രതിഫലമുണ്ട്. സലാം പറഞ്ഞോ, പ്രതിഫലമുണ്ട്. ഈ സദസ്സിൽ നിങ്ങൾ വന്നിരുന്നില്ലേ, പ്രതിഫലമുണ്ട്. വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ എത്തും വരേക്കും എത്ര കാൽപാദങ്ങൾ നിങ്ങൾ വെച്ചിട്ടുണ്ടോ, പ്രതിഫലമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ തൗഹീദുള്ളവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവരാണ്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന കറകളഞ്ഞ മുവഹിദീങ്ങളാണ് നമ്മൾ. ഇത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. എത്ര റബ്ബിന് ശുക്ർ പറഞ്ഞാലും മതി വരാത്ത അനുഗ്രഹം. എന്തേ? ഒരു മനുഷ്യന്റെ ആണാകട്ടെ പെണ്ണാകട്ടെ, അവിടെ ജയപരാജയം, പരലോകത്തെ വിജയം കണക്കാക്കുന്ന ഏറ്റവും വലിയ മാനദണ്ഡം തൗഹീദും ശിർക്കാണ്. ശിർക്കുണ്ടോ ജീവിതത്തിൽ? ഒരു കാര്യമില്ല സഹോദരിമാരെ. എന്തൊക്കെ കർമ്മങ്ങൾ ഞാൻ നിങ്ങൾ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കൂല, അല്ലേ? ഇത് കേൾക്കുന്ന സമയത്ത് ഈ സദസ്സിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാധ്യത ഏറുകയാണ്. നിങ്ങളുടെ അയലോകത്തൊരു സഹോദരി ശിർക്കിൽ മരിച്ചു പോകുന്നുവെങ്കിൽ അവരെ തൗഹീദിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. അവരുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്, സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾ അവരുമായി സംസാരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയാതിരിക്കരുത്. നിങ്ങളെല്ലാവരും ആ കാര്യത്തെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടു കൂടി അറിയിക്കാം. നിങ്ങളുടെ അയലോകത്തെ ഒരു താത്ത, ആരാകട്ടെ, ബന്ധുക്കളാകട്ടെ, അല്ലെങ്കിൽ അയൽപ്പക്കക്കാരാകട്ടെ, ശിർക്കിൽ കഴിയുന്നവരാണെങ്കിൽ അവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒന്നുമില്ല, ഇവിടെ ബുധനാഴ്ച ക്ലാസ് നടക്കുന്നു എന്നറിഞ്ഞു, ഖുർആൻ ലേണിംഗ് സ്കൂൾ ഇവിടെ എല്ലാ ബുധനാഴ്ചയും നടക്കുന്നുണ്ട്. നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള താത്താനെ വിളിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ വിളിക്കണം. അവരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് അവർ ഈ തൗഹീദിന്റെ വഴിയിലേക്ക് വന്നാൽ അതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് അല്ലാഹു നമുക്ക് നൽകും. എന്തേ? കാരണം ശിർക്കോടെ മരിച്ചാൽ നരകത്തിലേക്കാണ്. എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല, അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു തിരുവചനം. ഒരിക്കൽ റസൂലുള്ള ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യാം. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷത്തോടെ ഓർക്കേണ്ട പ്രവാചകന്റെ ഒരു വാക്കാണ്. നബി ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യാം. ആരാണ് ഒട്ടകത്തെ ഡ്രൈവ് ചെയ്യുന്നത്? മുആദ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ റസൂലുള്ളാഹി പിറകിലുണ്ട്. മഹാനായ റസൂൽ ചോദിച്ചു, മുആദ്, അള്ളാഹുവിനോടുള്ള നിന്റെ കടപ്പാട് നിനക്കറിയുമോ? അള്ളാഹ്ക്ക് നിന്നോടുള്ള കടപ്പാട് ചെയ്യുമോ? റസൂൽ രണ്ടും അങ്ങോട്ടും ചോദിക്കാൻ. അത്തദരി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. വിശ്വാസിനികളെ, നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കുളിർമ തോന്നുന്ന മുത്ത് റസൂലിന്റെ വാക്കാണ്. നബി ചോദിക്കാണ്, മുആദേ, അള്ളാഹിനോടുള്ള നിന്റെ കടപ്പാട് നിനക്കറിയുമോ? അള്ളാഹ്ക്ക് നിന്നോടുള്ള കടപ്പാട് അറിയുമോ? അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ഇത്രയും അനുഗ്രഹം നൽകി ലോകത്തേക്ക് ജീവിക്കാൻ നിന്നെ വിട്ട റബ്ബിനോട് നിനക്ക് കടപ്പാട് നിനക്കറിയോ? അങ്ങനെ നീ ജീവിച്ചു പോയാൽ റബ്ബിന് നിന്നോടുള്ള കടപ്പാടുണ്ട്. രണ്ടിനും മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞു തരൂ. വിശ്വാസിനികളെ, മഹാനായ റസൂലുള്ളാഹി അള്ളാഹുവിന് നിന്നോടുള്ള കടപ്പാടും നിനക്ക് റബ്ബിനോടുള്ള കടപ്പാട് ഞാൻ പറഞ്ഞു തരാം. നിനക്ക് നിന്റെ റബ്ബിനോടുള്ള കടപ്പാട് അവനെ മാത്രം ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഇത്രയേ ഉള്ളൂ. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഈ നിങ്ങളും ഞാൻ ആ കൂട്ടത്തിലല്ലേ എന്ന് ആലോചിക്കും. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാണ്. എന്തൊക്കെ വന്നാലും, തലയണ പോയാലും അള്ളാഹ് രക്ഷിക്കണേ കാക്കണേ എന്നല്ലാതെ ഒരു മഖ്ലൂക്കിനോടും വിശ്വാസിനികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിളിക്കൂല, സഹായം തേടൂല, കൈ നീട്ടൂല. അങ്ങനെ മുവഹിദായി ജീവിക്കുന്ന ഒരു വിശ്വാസിയോട് അള്ളാഹ്ക്കുള്ള കടപ്പാടെന്താ?
അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. അപ്പം എന്തുമാത്രം വലിയ ഭാഗ്യത്തിലാണ് നമ്മൾ. ഈ താഴക്കോട്, ഈ പരിസര പ്രദേശങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ടല്ലോ, അവർക്കൊന്നും കിട്ടാത്ത വലിയൊരു അനുഗ്രഹം ലഭിച്ചവരാ ഞാൻ നിങ്ങൾ. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്ത് കടന്നു വന്ന 1,00,000 ചില്ലാനം അമ്പിയാക്കൾ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൃത്യതയിലേക്ക് അള്ളാഹുവിന്റെ തൗഫീക്കിനാൽ എത്തിപ്പെടാൻ മഹാഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. നമ്മുടെ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അത് പ്രതിഫലമാണ് സഹോദരിമാരെ. അതല്ല പരിഗണിക്കും, അതല്ല സ്വീകരിക്കും. നമ്മുടെ ആത്മാർത്ഥതയ്ക്കനുസരിച്ചുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, നമ്മൾ ഈ അനുഗ്രഹം അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടി, തൗഹീദ് കിട്ടി, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച കൃത്യമായ ഇസ്ലാം, വെള്ളം ചേർക്കാതെ മായം ചേർക്കാതെ കലർപ്പില്ലാതെ നമുക്ക് ലഭിച്ചു. ആർക്ക് കിട്ടാത്തതാണിത്? ഈ തൗഹീദ് ആർക്ക് കിട്ടാത്തതാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ മകന് കൊടുക്കാൻ പറ്റിയില്ല. തൻ്റെ മകന് കൊടുക്കാൻ ശ്രമിച്ചു നോക്കി. തൻ്റെ കൂടെ കഴിഞ്ഞ് തൻ്റെ ഇണക്ക് നൽകാൻ ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല. മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഇണക്ക് നൽകാൻ ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പ ആസറിന് നൽകാൻ പരിശ്രമിച്ചു, സാധിച്ചില്ല. എന്തിനും പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട എളാപ്പാക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൃത്യതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ മരണം വരും വരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൃത്യതയിലേക്ക് എളാപ്പ വന്നില്ലെന്ന് മാത്രമല്ല, നിരാശയോടുകൂടി പ്രവാചകൻ തിരുമേനി ഇറങ്ങിത്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, അപ്പൊ നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിച്ചത്. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്, വലിയ അനുഗ്രഹത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തണം. നമ്മുടെ ദിവസത്തെ ജീവിതം ഇസ്ലാമികമാണോ എന്ന് കൃത്യമായി ആലോചിക്കണം. അള്ളാഹ് തൃപ്തിപ്പെടുന്ന വഴിയിലാണോ എന്ന് ആലോചിക്കണം. ഇത്രമാത്രം അനുഗ്രഹം നൽകി അള്ളാഹു ഈ ലോകത്തേക്ക് നമ്മെ വിട്ടത് മറ്റുള്ള ഇതര ജീവജാലങ്ങൾ നാശമടയുന്നത് പോലെ നാശമടയാനല്ല. അഫഹസിബുത്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബുത്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസാ നിങ്ങൾ വൃഥാവിലാണ് സൃഷ്ടിച്ചതെന്ന്? ഇല്ല, വൃഥാവിലല്ല. അറപ്പും വെറുപ്പും ഉളവാകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച് നമുക്കെല്ലാ സൗകര്യങ്ങളും അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടിപ്പ് കൊണ്ടുള്ള ലക്ഷ്യം കണ്ടിട്ടുണ്ട്. കൃത്യമായി അള്ളാഹു നമ്മെ നിരീക്ഷിക്കാൻ ഈ ഇരിക്കണം. നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു നിരീക്ഷിക്കുന്നു. കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ ചലനങ്ങളും ആണല്ലോ പ്രിയപ്പെട്ടവരെ. മരണം എന്ന് ആലോചിക്കുമ്പോൾ എന്താണ് നമുക്ക് വിഷമം? അല്ലെങ്കിൽ കാര്യപ്പെട്ടൊരു അസുഖം വരുമ്പോൾ ആകപ്പാട് നമ്മൾ തളരുന്നത് എന്തുകൊണ്ടാണ്? തുടർന്നുള്ള യാത്രയെ പറ്റിയുള്ള ആലോചനയാണ്. ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചെറിയ അസുഖത്തിൻ്റെ ചില റിസൾട്ട് വരുമ്പോൾ ഇന്നതൊക്കെയാണെന്ന് അറിയുമ്പോൾ നല്ല തടിയും വണ്ണോ ആഫിയത്തുള്ള മനുഷ്യനെ പെട്ടെന്ന് ക്ഷീണിക്കുന്നു. പെട്ടെന്ന് എന്തുകൊണ്ടാണ്? വിശ്വാസമാണത്. പഠിച്ചോനെ, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകേണ്ടവനാണല്ലോ, എൻ്റെ കയ്യിൽ തിന്മകളാണ്, നന്മകളൊന്നുമില്ല. ഈ ഒരു ഭയപ്പാടാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ അവരെ മനസ്സിനെ വേദനിപ്പിക്കണം. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്നോ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യബോധമില്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. ആ ലക്ഷ്യം എന്താ? ആരാണ് നന്മകൾ കൂടുതൽ ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരോ മിനിറ്റും വിലപ്പെട്ടതാണ്, ഓരോരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. സമയം എന്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചെലവഴിച്ചു എന്നുള്ളത് ചോദിക്കുമ്പോൾ അള്ളാഹ് നീ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിച്ചു എന്ന് പറയാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് കറക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സെക്കൻഡുകളും നന്മയിലാക്കാൻ പറ്റിയ സഹോദരിമാരെന്ന നിലക്ക് നിങ്ങൾക്ക് 100,000 വിഷയങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ചെയ്യുന്ന ജോലിക്ക് തന്നെ പടച്ചോൻ പ്രതിഫലം നൽകും. അത്രയും ശ്രമകരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനിടക്ക് നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ പുരുഷന്മാരെക്കാളും റബ്ബിൻ്റെ അനുഗ്രഹം സഹോദരിമാരെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, ഇദാ സല്ലത്ത് ഖംസഹ വസാമത്ത് ശഹറഹ. അല്ലാഹു റസൂൽ പറയാണ്, ഒരു സ്ത്രീ 5 നേരം നമസ്കരിക്കുന്നു, പുണ്യ റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നു, തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നു. അല്ലാഹു റസൂൽ പറയാണ്, 8 വാതിലുണ്ട് സ്വർഗത്തിൽ, ഏത് വാതിലൂടെയും പ്രവേശനാനുമതി നൽകുന്ന അവസരം സഹോദരിമാർക്കുണ്ട് എന്ന. അത്ര വലിയൊരു അല്ലാഹു റസൂലിൻ്റെ ഒരു കനപ്പെട്ടൊരു വാക്കാണത്. 5 നേരം നിസ്കരിക്കുക, കൃത്യമായി 5 നേരം നമസ്കരിക്കണം, അത് ഫറളാണല്ലോ. പരിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നു, ഭർത്താവിനെ അനുസരിക്കണം. നിങ്ങൾ ആ കാര്യത്തിൽ
ശ്രദ്ധിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എങ്കിലും സൂചിപ്പിക്കട്ടെ, അനുസരണം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, അതാണ് അനുസരണം എന്ന് പറഞ്ഞാൽ. പലപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യപ്പെടുമ്പോൾ ചെയ്യുന്നവരല്ല ഭാര്യമാർ, മറിച്ച് തൻ്റെ ഇണയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അത് മനസ്സിലാക്കി പെരുമാറാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലേ, മഹദിയായ ആയിഷ റളിയല്ലാഹുവിൻ്റെ ജീവിതവും ഖദീജ റളിയല്ലാഹുവിൻ്റെ ജീവിതമൊക്കെ എത്രയോ നിങ്ങൾ വഴലുകളിലും ക്ലാസ്സുകളും കേൾക്കാം. അപ്പം അങ്ങനത്തെ ഒരു പ്രകൃതത്തിൽ നമ്മൾ ജീവിച്ചാൽ, മഹാനായ റസൂലുള്ളാഹി പറയാണ്, 8 വാതിലുണ്ട് സ്വർഗത്തിൽ, ആ സ്വർഗത്തിലേക്ക് പോകാൻ ഏത് വാതിലിലൂടെ നിനക്ക് പ്രവേശിക്കണോ പ്രവേശിച്ചേക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരോ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ, ഈ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങിയാലും അത് ഇന്നലൈക്കും ലഹാഫിലീൻ കിറാമൻ കാത്തിബീൻ, ഇന്നലൈക്കും ലഹാഫിലീൻ കിറാമൻ കാത്തിബീൻ. എന്താ അതിൻ്റെ അർത്ഥം? നിശ്ചയമായും അള്ളാഹു നമ്മളെങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹാളിൽ എത്ര ആളുകൾ കൃത്യമായിരിക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ അടുത്ത് കറക്റ്റ് കണക്കുണ്ട്. വിശ്വാസികളെ, ശരിക്കും മരണത്തിൻ്റെ കാര്യവും പരലോകത്തിൻ്റെ കാര്യം പറയുമ്പോഴുള്ള വിഷമം എന്താണെന്നും എല്ലാം കറക്റ്റ് റെക്കോർഡുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കബർന്ന് വരിക? കബർന്ന് എങ്ങനെ വരിക? 2 മലക്കുകൾ നമ്മളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അള്ളാഹിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നമ്മളെ ഏൽപ്പിക്കും. സൂറത്ത് ഖാഫിലൊരായത്തറിയോ നിങ്ങൾക്ക്? വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. മഹ്ശറിക്ക് എങ്ങനെ മനുഷ്യൻ വരുന്നത്? നമ്മൾ എവിടെ അടക്കം ചെയ്തോ ആ അടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് ഒറ്റ ഘോര ശബ്ദം സകലരും പടച്ചറബിന്റെ മുന്നിലേക്ക് എത്താൻ. ഇൻകാനത്ത് ഇല്ലാ സൈഹത്തൻ വാഹിദ, ഒറ്റ ഘോര ശബ്ദം. ഫൈദാഹും ജമീഉൽ ലദീനാ മുഹ്ളറൂൻ, സകലരും പടച്ചറബിന്റെ മുന്നിലേക്ക് ഹാജരാവുകയാണ്. ഒറ്റ ഘോര ശബ്ദം. ഇൻകാനത്ത് ഇല്ലാ സൈഹത്തൻ വാഹിദ ഫൈദാഹും ജമീഉൽ ലദീനാ മുഹ്ളറൂൻ ഹാദാ മാ വഅദർ റഹ്മാൻ വസദക്കൽ മുർസലൂൻ. ആ ഓട്ടം എങ്ങനെയെന്നോ, ഇത് പരലോകം ഉണ്ടാകുന്ന അള്ളാഹു അവൻ്റെ ഖുർആനിൽ പറഞ്ഞതാണല്ലോ, പ്രവാചകന്മാർ സത്യപ്പെടുത്തിയ പരലോകമാണല്ലോ എന്നിട്ട് കബറിന്ന് എണീറ്റ് ഇങ്ങനെ വരികയാണ്. അള്ളാഹിൻ്റെ മുന്നിലേക്ക് മനുഷ്യൻ ചെല്ലുക. ആ ചെല്ലുന്ന സമയത്ത് എങ്ങനെ വരുന്നെന്നോ, എല്ലാവരും ഒരു മലക്ക് ഇങ്ങനെ കൈ പിടിച്ചിരിക്കും. ഒരു മലക്കിൻ്റെ കയ്യിൽ നമ്മുടെ റെക്കോർഡ് ഉണ്ടാകും. കറക്റ്റാണ്, എല്ലാം ഒപ്പിയെടുക്കാണ്. വിശ്വാസികളെ, മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, സജ്ജരായ മലക്കുകളില്ലാതെ ഒരു നിമിഷവും നമ്മുടെ ജീവിതത്തിലില്ല. കൃത്യമായി രേഖപ്പെടുത്താണ്. അല്ലേ, ഈ മലക്കുകൾ എന്താ പ്രകൃതം? അനുസരണം മാത്രമേ അവർക്കുള്ളൂ. അനുസരണക്കേടില്ല, ഉറക്കല്ല, ഭക്ഷണമല്ല, ക്ഷീണമല്ല, തളർച്ചല്ല, ഒരു പ്രശ്നമല്ല. ആരെ ഏൽപ്പിച്ചോ അത് കൃത്യമായി ചെയ്യും. 75 കൊല്ലം ഒരാൾ ജീവിച്ചെങ്കിൽ ആ സഹോദരന്റെ സകലമായ റെക്കോർഡും അള്ളാഹിന്റെ മുന്നിൽ മഹ്ശറിലെത്തുമ്പോഴേ എൻ്റെ റെക്കോർഡ് കൊണ്ടുപോയിട്ട് പടച്ചവനെ ഏൽപ്പിക്കുക. ഈ മനുഷ്യന്റെ കാര്യത്തിൽ നീ എന്നെ ചുമതലപ്പെടുത്തിയല്ലോ, പിടിച്ചോ. ഏതായത് ഈ വ്യക്തിയുടെ കാര്യത്തിൽ നീ എന്നെ ചുമതലപ്പെടുത്തിയതാ റബ്ബേ, പിടിച്ചോ. ആ സമയത്ത് വിശ്വാസികളെ, ആ രംഗൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഞാനിങ്ങളും ആരുമില്ലല്ലോ. ഖബറിൽ നമ്മുടെ മരണം മുതൽ നമ്മൾ തനിച്ചാണ്. നമ്മുടെ മക്കളില്ല, കുടുംബങ്ങളില്ല, സ്വത്തുക്കളില്ല, ഇണകളില്ല, ആരുമില്ല, തനിച്ചാണ്. ആ മഹ്ശറിൽ ഖബറിൽ അതിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ അള്ളാഹിൻ്റെ മുന്നിൽ ഞാനിങ്ങളും ചെന്നിട്ട് അമ്മനെ ഏൽപ്പിക്കുക. അതാണല്ലോ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന സൂറത്ത് കഹ്ഫിൽ വൗദിയൽ കിതാബ്. ഈ ആയത്തൊക്കെ നമ്മൾ ഓതുമ്പോൾ നമ്മളെ പറ്റി ഇങ്ങനെ ആലോചിക്കണം. മഹ്ശറിയിലെത്തി നമ്മളെ രേഖ എത്ര കൊല്ലം ജീവിച്ചോ കറക്റ്റ് ഇങ്ങനെ ഒരു ബോർഡിൽ, ഒരു സ്ക്രീനിൽ ഇങ്ങനെ വരുന്നത് പോലെ കറക്റ്റ്. നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ മറന്നു ഇല്ലേ? ഇന്ന് നേരം വെളുത്തിട്ട് ഈ സമയമായപ്പോഴേക്കും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എടുത്തു പറഞ്ഞു കാണി കിട്ടൂല, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പ്രധാനപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് പറയാൻ കിട്ടൂല. പ്രിയപ്പെട്ടവരെ, സൂറത്ത് മുജാദില ഒരു ആയത്തുണ്ട്, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലൂ അഹ്സാഹുല്ലാഹു വനസൂ. നാളെ മഹ്ശറിയിലേക്ക് അല്ലാഹു നമ്മെ കൂട്ടിക്കൊണ്ടുവരുമ്പോ എല്ലാം റബ്ബ് ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞു തരും. അല്ലാഹു പറയാ, ഞാൻ രേഖപ്പെടുത്തി, നിങ്ങൾ മറന്നു. മനുഷ്യൻ മറവിയുള്ളവനാണ്. ഒരാഴ്ച നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും എണ്ണി പറയാൻ പറഞ്ഞാൽ നമുക്ക് സാധിക്കൂല, നമ്മൾ മറക്കും. നാളെ മഹ്ശറിയിൽ എത്തിയിട്ടേ ആരും കാണാതൊരു സ്ഥലത്ത് വെച്ച് ഞാനും നിങ്ങളും ചെയ്ത കാര്യങ്ങൾ
വിശ്വാസികളെ, നമ്മൾ ചെയ്ത സകലമാന കാര്യങ്ങളും കൃത്യമായി നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോ ഓദിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീൻ, ലേ ഓദിയൽ കിതാബ്, തന്റെ രേഖ തന്റെ മുന്നിൽ വെക്കുമ്പോ നബിയെ കുറ്റവാളികളെ നിനക്ക് കാണാം, മുശ്ഫിഖീന, പേടിച്ചു വറകൊള്ളുന്നവരായി നിനക്ക് കാണാം. കാരണം നമ്മൾ ചെയ്തൊക്കെ അതിലിങ്ങനെ കാണുകയാണ്. അതിൽ അള്ളാഹ് എന്നോടും പറയാം, പടച്ചോനെ എന്താണ് ഈ റെക്കോർഡ്, ഒന്നും ഈ വിട്ടു പോയിട്ടില്ലല്ലോ. അപ്പൊ അള്ളാഹ് എന്നോട് പറയാണേ, ബേജാറാകൊന്നും വേണ്ട, ഒരിക്കലും ഈ ചെയ്യാത്തൊന്നും അതിൽ കയറിക്കൂടിയിട്ടില്ല. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഓതാറുണ്ട് ആ സൂറത്ത്. ഈ ചെയ്തത് കറക്റ്റായി ഹാലിറാണ്. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്ന് സഹോദരിമാരെയും, ആ റബ്ബിനെ പറ്റിയുള്ളൊരു ഭയപ്പാട് നമുക്കുണ്ടാകും. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി റഹ്മാനായ റബ്ബ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുമ്പോൾ നന്മ നിറഞ്ഞതാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ഓരോരോ ജീവിതം ഒരു ദിവസം കഴിയുമ്പോൾ ആ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആലോചിക്കണം, ഇന്നെൻ്റെ ജീവിതം എങ്ങനെ. മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ മനുഷ്യൻ ഖുർആൻ കൊണ്ട് മാനസാന്തരം ഉണ്ടായൊരു വല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചോദിച്ചിരുന്ന, സ്വന്തത്തോട് ചോദിച്ചൊരു ചോദ്യം എന്താണെന്നോ? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തൻ്റെ ഇണയോടല്ല, മറിച്ച് സ്വന്തത്തോട്, മാതാ അമിൽതു അൽയൗമ, ഞാൻ ഇന്ന് എന്താണ് ചെയ്തത്? അദ്ദേഹം ചോദിക്കണം, മാതാ അമിൽതു അൽയൗമ. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങണീൻ്റെ മുമ്പ് ചോദിക്കാൻ, മാതാ അമിൽതു അൽയൗമ, ഇന്ന് ഞാൻ എന്ത് ചെയ്തു? വിശ്വാസിനികളെ, ഇങ്ങനത്തെ ഒരു ചോദ്യം എനിക്കും നിങ്ങൾക്കും മനസാക്ഷിയോട് ചോദിക്കാൻ സാധിക്കും. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നിപ്പോൾ ഈ ഉച്ചയായപ്പോഴേക്കും നമ്മുടെ ജീവിതം എത്രമാത്രം നന്മ നിറഞ്ഞതായിരുന്നു. തഹജ്ജുദിന് എണീറ്റോന്ന് ഓരോരുത്തരും ആലോചിക്കും. 5 നേരം നിസ്കരിക്കുന്ന, സുന്നത്തുകൾ കണിശത പുലർത്തുന്ന ആളുകളാണ് നിങ്ങൾ എന്ന് ഇതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വീടുകൾ സഹോദരിമാരെ സുബഹിയുടെ മുമ്പ് ഉണരുന്ന വീടുകളാകാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയ ഡ്യൂട്ടിയുണ്ട് സഹോദരിമാരെന്ന നിലക്ക്, കുടുംബിനികളെന്ന നിലക്ക്. നിങ്ങളുടെ കൈകളിലാണ് വീടിൻ്റെ കൃത്യമായ കടിഞ്ഞാൺ, ഒരു സംശയമല്ല. ഒരു സ്ത്രീ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് അത്രക്ക് ഒരു വീടിൻ്റെ കാര്യത്തിൽ അത്രമാത്രം പവറുള്ള ആളാണ്. നിങ്ങളാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു വിളക്കാണ് നിങ്ങൾ. ആ നിലക്ക് നിങ്ങളാകുന്നുണ്ടാകും ഞാൻ വിചാരിക്കാം. മക്കൾ നിങ്ങളുടെ മടിയിലാണ് വളരുന്നത്. മക്കളുടെ ധാർമ്മികതയിൽ വലിയൊരു പങ്ക് നിങ്ങൾക്കുണ്ട്. കുടുംബനാഥൻ്റെ അഥവാ നമ്മുടെ വീട്ടിൽ എന്തൊരു കാര്യത്തിലും ഒരു പെണ്ണിൻ്റെ സാന്നിധ്യം അത്ര അനിവാര്യമാണ്, അല്ലേ? അമ്മ എങ്ങോട്ടെങ്കിലും ആവശ്യത്തിന് പോയാൽ ആ വീട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വല്ലാത്തൊരു ശൂന്യതയാണ്. അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ. അപ്പം ഞാൻ സൂചിപ്പിക്കണം എന്താണെന്നോ, നമ്മുടെ വീടുകൾ ഇപ്പോൾ 5 മണി കഴിഞ്ഞൊരു ഏകദേശം ഒരു 5:30 ബാങ്ക്. പക്ഷേ നമ്മുടെ വീടുകളിൽ സഹോദരിമാരെ, നിങ്ങളുടെയും എൻ്റെയും വീടുകളിൽ ഒരു 4:30, 4:45, ചുരുങ്ങിയതൊരു 4:30 നമ്മുടെ വീടുകളിൽ ലൈറ്റ് തെളിയണം. നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രഭാതത്തിലെ സുബഹിയുടെ മുമ്പ് നമ്മുടെ വീടുകൾ സജീവമാകണം. മുതിർന്ന കുട്ടികൾ നമ്മൾ വിളിച്ചുണർത്തണം. നമ്മൾ ഉണരണം, നമ്മുടെ ഭർത്താവ് ഉണരണം, നമ്മുടെ ഉമ്മ ഉണരണം, നമ്മുടെ ഉപ്പ ഉണരണം, നമ്മുടെ മക്കൾ ഉണരണം. ആ വീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളൊരു വീടാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ഇരിക്കണം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ ഞാൻ ഉണർത്തുകയാണ്. സുബഹിക്ക് ഉണരുന്ന വീട്, സുബഹിയുടെ മുമ്പ് നമ്മുടെ വീടിൽ ലൈറ്റ് തെളിയണം. തഹജ്ജു നമസ്കരിക്കുന്നവരാകണം, വിത്ർ നിസ്കരിക്കണം, ഖിയാമുൽ ലൈൽ നമസ്കരിക്കും. ഒക്കെ ഒരു നിസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ വിഷമങ്ങൾ എനിക്കും നിങ്ങൾക്കുണ്ട്, അല്ലേ? ഈ ഇരിക്കണം നിങ്ങളും ഞാനും ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാകും. അത് മനുഷ്യനാണ്. എല്ലാ ഒത്തണങ്ങിയവൻ ആരും ഉണ്ടാവില്ല. എന്തൊക്കെ മനസ്സിന് വിഷമവും എന്തൊക്കെ പ്രയാസവും ബുദ്ധിമുട്ടുണ്ടോ ആരോടും ഞാൻ നിങ്ങളും പറയേണ്ട, അള്ളാഹോട് പറഞ്ഞോളൂ. അള്ളാഹിനോട് പറഞ്ഞോ, പരിഹാരം കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മനസ്സാന്നിധ്യത്തോടെ പറഞ്ഞു. ആരുടെ കണ്ണീരും ആരെക്കാളും കാണാനുള്ളൊരുക്കാണ്, അല്ലേ? ഒരു ഉമ്മ പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പ്രസവിക്കാറാകുന്ന സമയത്ത് ഉമ്മാൻ്റെ മനസ്സിന് വല്ലാത്ത വേദന. അച്ഛനെ ഈ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ കിട്ടുമോ? മരണതുല്യം വേദന അനുഭവിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ ഉമ്മാൻ്റെ വേദന ഇല്ലാതെയാകുന്നത് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി തൊട്ട് തലോടി ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതോടുകൂടി എല്ലാം വിസ്മരിക്കുക. ഒരു ഉമ്മ പ്രസവിക്കണോടനുബന്ധിച്ചുള്ള മനസ്സിൻ്റെ വേദന എന്താ? പടച്ചോനെ, എനിക്ക് ഈ കുട്ടിയെ മുലപ്പാൽ കൊടുത്ത് ഓമനിച്ച് വളർത്താൻ ലഭിക്കുമോ?
വല്ലാത്ത നീറ്റൽ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു എന്നല്ല, വൗഹാ റബ്ബുക ഇലാ ഉമ്മി മൂസ, അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധനം കൊടുത്തു, ഈ വിഷമിക്കണ്ട, എൻ്റെ കുട്ടിനെ ഈ ഒരു പെട്ടിയിലാക്കിയിട്ടോ. വിശ്വാസിനികളെ, സൂറത്ത് ഖസസ് നിങ്ങൾ ഓതിയിട്ടുണ്ടാകാം, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകാം. അതിൽ 1-2 ആയത്ത് നിങ്ങൾ നോക്ക്. അള്ളാഹ് പറയാ, ആ കുട്ടിയെ പെട്ടിയിലാക്കിയിട്ടോ. അവിടെ നല്ല പറഞ്ഞു, ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. ഒരു ചോദന പൈതലിനെ പെട്ടിയിലാക്കി നദിയിലൂടെ ഒടുക്കാൻ പറയുമ്പോ അള്ളാഹ് പറയുന്നു, നിന്റെ കുട്ടിയെ ഞാൻ തിരിച്ചു തരും, ആ കുട്ടിയെ പ്രവാചകനാക്കും. വലാ തഖാഫി വലാ തഹ്സനി. അള്ളാഹ് പറയാ, വിഷമിക്കണ്ട, നീ ദുഃഖിക്കണ്ട. ഞാൻ ഈ സഹസിരിക്കുന്ന എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, അള്ളാഹ് നമുക്ക് അനുഭവപ്പെടും, റബ്ബിനുണ്ട് ബോധ്യപ്പെടും. ഈ ഖസസ് സൂറത്ത് നിങ്ങളൊന്ന് പഠിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ തിരിച്ചു കൊടുക്കുകയാണ്. ഒരു പെട്ടിയിലാക്കി ഒരു നദിയിലൂടെ ഒരു ചോര പൈതലിനിട്ടാൽ 2 മിനിറ്റ് കൊണ്ട് ജീവൻ പോയി, എവിടെയെങ്കിലും അത് പോയി ഇല്ലാതെയാകും എന്നല്ലേ നമ്മുടെ മനസ്സിലുണ്ടാകുള്ളൂ. അള്ളാഹ് പറഞ്ഞു, തിരിച്ചു തരാം. വിശ്വാസികൾ അവിടെ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട എന്ന്. ആ സഹോദരിക്ക്, ആ ഉമ്മാക്ക് ആ കുട്ടിയെ തിരിച്ചു കൊടുത്തു. എത്രത്തോളം എന്നാലേ ആയത്തുങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊട്ടാരത്തിൽ ആ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ കൊട്ടാരത്തിൽ അള്ളാഹു അതിനനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി. ആസിയ റളിയല്ലാഹുവിനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിച്ചു, ഖുറത്ത് ഐനുല്ലി. ഭർത്താവ് എന്താണ് ഭർത്താവിൻ്റെ മനസ്സ്? ഇങ്ങനത്തെ വല്ല കുട്ടികളെ കണ്ടാൽ കൊല്ലണം എന്നാണ്. പക്ഷേ ഭർത്താവിനോട് പറഞ്ഞു ഭാര്യ, ഈ കുട്ടി നമുക്ക് കൺകൊണ്ടുമ്പോൾ കിട്ടുന്ന കുട്ടിയാണല്ലോ, കൊല്ലണ്ട, നമുക്ക് ഉപകാരപ്പെടും. അങ്ങനത്തെ ഒരു സാഹചര്യം അള്ളാഹ് ഉണ്ടാക്കി. എന്നിട്ട് ഒട്ടനവധി സ്ത്രീകൾ മല കൊടുക്കാൻ വേണ്ടിയിട്ട് മലയൂട്ടമ്മമാരായിട്ട് കൊട്ടാരത്തിലേക്ക് വരാം. ഹറംന അലൈഹിൽ മറാലിയ. അള്ളാഹ് ഒരൊറ്റ സ്ത്രീ കുട്ടിയെ എടുത്ത് മല കൊടുത്താൽ ആ കുട്ടി ഹൃദ്യമായ നിലയിൽ മല കുടിക്കണില്ല. അപ്പൊ പറ്റൂല എന്ന് മാറ്റുക. അതിൽ അള്ളാഹു ഇടപെടുകയാണ്. നോക്ക, ആ മൂസാ നബിയുടെ ഉമ്മയുടെ സഹോദരി തന്നെ, എൻ്റെ അറിവിലൊരു സ്ത്രീ ഉണ്ട്, അവരെ കൊണ്ടുവന്നോട്ടെ, നല്ല സ്ത്രീയാണ്. ആരെ പറ്റിയ പറഞ്ഞ? സ്വന്തം മാനെ പറ്റിയാണ്. സ്വന്തം മാനെ പറ്റിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫറദദ്നാ ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹ. ഉമ്മാക്ക് ആ കുട്ടിനെ തിരിച്ചു കൊടുത്തു. എന്നാലോ കൊട്ടാരത്തിൽ ആരെങ്കിലും അത് അറിയുന്നുണ്ടോ? വിശ്വാസികളെ, ഇതാണ് റബ്ബ്. എന്നിട്ട് ആ ആയത്തിന്റെ അവസാനത്തെ വാക്ക്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അള്ളാഹ് പറഞ്ഞ് സത്യമാണെന്നാണ്. ഞാൻ എന്തിനത് പറഞ്ഞെന്നോ, ഞാനും നിങ്ങൾ ഈ സദസ്സിൽ വരുന്നു, ഈ ദീനിയായ നസീഹത്തുകൾ കേൾക്കുന്നു. വിശ്വാസികളെ, അള്ളാഹ് കൂലി തരുമെന്ന് പറഞ്ഞാൽ തരും. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ റബ്ബിന്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ ഉത്തരം കിട്ടും. സഹോദരിമാരെ, എന്തെങ്ങൾ റബ്ബിനോട് പറഞ്ഞു നോക്കാണി, ജവാബ് കിട്ടും. അള്ളാഹ് സമീപസ്ഥമായ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമേതാ? നിശാന്തി സമയമാണ്. ഹജ്ജിന് പോയവരുണ്ടാകാം ഈ കൂട്ടത്തിൽ. അറഫയിൽ ഹാജിമാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അള്ളാഹ് സമീപസ്ഥമായ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത് പോലെ എല്ലാ നിശാന്തി സമയങ്ങളിലും അള്ളാഹ് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കണം, നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം തഹജ്ജുദോടെയാകണം. സ്വർഗം കിട്ടണോ? രാത്രി നിസ്കരിക്കണം. സഹോദരിമാരെ, 5 വക്ത് നിസ്കരിച്ചാൽ പോരാ, 6ാമത്തൊരു വക്ത് മുഅക്കദായ സുന്നത്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ രാത്രി നിസ്കാരം ഇല്ലേ, ഭാര്യയും ഭർത്താവും ഇങ്ങനെ അപ്പുറം അപ്പുറം നിസ്കരിക്കുക. ജമാഅത്തായി നിസ്കരിക്കണ്ട, തനിച്ച് നിസ്കരിച്ചു. അപ്പുറം ഒപ്പം ഇങ്ങനെ നിസ്കരിക്കണ കാണുമ്പോൾ അള്ളാഹ് ഇടപെടുന്ന ഒരു വാക്ക് മഹാനായ റസൂലുള്ളാഹി പറയാണ്, രണ്ടാളെയും അള്ളാഹു ആവശ്യപ്പെടും. അള്ളാഹിനെ കൂടുതൽ സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവരെ ഉൾപ്പെടുത്താൻ അള്ളാഹ് മലക്കോട് ആവശ്യപ്പെടുമെന്നാണ്. ഇന്നതിൻ്റെ ഭാഗ്യം കിട്ടിയവർ എത്ര ആളുകൾ കൂട്ടത്തിലുണ്ട്? ആലോചിക്കും. ഇന്ന് ആ ഭാഗ്യം ലഭിച്ചവർ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കാണ്. എല്ലാവരും ആ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്ന് സ്നേഹത്തോടെ അറിയിക്കാൻ അള്ളാഹ് പറയാണ്. ഈ രണ്ടാളെയും രാത്രി നിസ്കരിക്കാണ്, എല്ലാവരും സുഖമായി കിടന്നുറങ്ങാണ്. ഉണർന്നെണീറ്റ് ദേഹശുദ്ധി വരുത്തി റാഹത്തായി പടച്ചറബിന്റെ മുന്നിൽ പ്രാർത്ഥനകൾ മുഴുകുന്ന ഈ 2 സഹോദരന്മാരെ സാക്കിരീൻ അല്ലാഹ കസീറൻ വസാക്കിറ. സൂറത്ത് അഹ്സാബിൽ സ്വർഗം കിട്ടുന്ന 10 ഗുണങ്ങളുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പരിചയപ്പെടുത്തിയ ഒരു ആയത്തുണ്ട്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന. ആ ആയത്തിൽ ഇങ്ങനെ കാണാം, വസാക്കിരീൻ അല്ലാഹ കസീറൻ വസാക്കിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അലീമ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ആവശ്യപ്പെടാം,
സാക്കിരീൻ അല്ലാഹ കസീറൻ വസാക്കിരീൻ. ഞാൻ സൂചിപ്പിക്കണേ, നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം അല്ലേ, രാവിലെ ഉണർന്നെണീറ്റ് വീട്ടുകാരെ ഉണർത്തി നമ്മുടെ കുടുംബത്തിൽ വീടിൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ മക്കളെ, മുതിർന്ന മക്കളെ, 8 ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളല്ല, ഒരു 10, ഒരു 12, 11, 12 കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ മെല്ലെ മെല്ലെ ശീലിപ്പിക്കണം. ഒരു 11 നിസ്കരിക്കണ്ട, ഒരു 11 നിസ്കരിക്കണ്ട, ഒരു 2-1 നിസ്കരിച്ചാൽ മതി. കുറേ നിസ്കരിക്കണ്ട, ഒരു 2-1. ഫസ്റ്റ് റക്അത്ത് സബ്ബിസ്മ റബ്ബിക്കൽ അഅല, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂനും, പിന്നെ സലാം വീട്ടി ഒരു റക്അത്തിൽ ഇഖ്ലാസ് ഓതിയാൽ മതി. എന്നാലും ആ ശീലം കുഞ്ഞു നാളിലേ നമ്മുടെ മക്കൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു വീട് എന്തൊരു അനുഗ്രഹമാണെന്നോ. ആ സമയത്ത് ഇപ്പം നമ്മൾ തഹജ്ജുദ് എഴുന്നേറ്റു അല്ലേ, എന്നിട്ട് എല്ലാവരും ഖുർആൻ എടുത്ത് ഓതുക. ഖുർആൻ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഓതിയൊക്കെയാണ് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. പ്രഭാതത്തിലുള്ള ഖുർആനോത്ത്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, ആ സമയത്തുള്ള ഖുർആനോത്തിന് അള്ളാൻ്റെ അടുത്ത് വലിയ സ്വീകാര്യതയുണ്ട് അല്ലേ. എന്തൊരു സന്തോഷമാണ്. എല്ലാവരും സ്വർഗത്തിൽ നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കണം. എങ്ങനെ? അതുപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും. സ്വർഗത്തിൽ ആരാ? ദീനുള്ളവരാകണം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് നിസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 10, 25, 30 കൊല്ലം സുഖദുഃഖങ്ങളിൽ നമ്മുടെ കൂടെ കഴിഞ്ഞുകൂടിയ നമ്മുടെ ഭർത്താവിന് സ്വർഗത്തിൽ കിട്ടൂല സഹോദരിമാരെ. ദീനില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അത് നമ്മൾ മക്കളുടെ കാര്യത്തിനും ശ്രദ്ധിച്ചോളി. ഇസ്ലാമിയത്തില്ലാത്ത മക്കളാണ് നമ്മുടെ മക്കളെങ്കിൽ നമുക്കവരെ കൊണ്ട് ദുനിയാവിൽ ഉപകാരം കിട്ടൂല, വിശിഷ്യ ആഖിറത്തിൽ നമുക്ക് ഉപകാരം കിട്ടൂല. ദീനുള്ളവരാകണം നമ്മുടെ മക്കൾ. ഇന്നത്തെ ഒരു കാലഘട്ടത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. വെറും വേണ്ടാത്തരങ്ങളുടെ ഒരു വല്ലാത്തൊരു ലോകത്താണ്. വേഷത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗൗരവമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ സൂചിപ്പിക്കണം. എന്നാണ് ഇസ്ലാമികമായൊരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ശരിക്ക് നരകത്തിൽ പോകുന്നവരെ പറ്റി പറഞ്ഞെടുത്ത സൂറത്ത് വാക്കിയ ആയത്തുണ്ട്. അസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഇടത് കൈയിൽ പുസ്തകം വാങ്ങുന്നവർ ആരാണവർ? ചുട്ടു തിളക്കുന്ന വെള്ളത്തിലും തുളച്ചു കയറുന്ന ഉഷ്ണക്കാരിലാണ്. നാലിച്ചുകണി എന്തൊരു ചൂട്, അപ്പം തന്നെ ചൂടായിട്ടില്ല. തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റ്, അതുപോലെ തന്നെ ചുട്ടു തിളക്കുന്ന വെള്ളം. ആരാ പറയണത്? അള്ള പറയണ വാക്ക. നരകത്തിൽ പോകുന്ന മനുഷ്യന് അള്ള കൊടുക്കുന്ന സൽക്കാരാണത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ ആ അവസ്ഥയിലേക്ക് പോയത്? ഖുർആൻ എന്തൊരു സുന്ദരമായിട്ടാണെന്നോ നമ്മെ ബോധ്യപ്പെടുത്തും. ഇപ്പം നിങ്ങൾ ആലോചിച്ചു കാണി, നരകത്തിൽ എന്തുകൊണ്ട് മനുഷ്യർ പോകുന്നു എന്ന് ബുദ്ധിയുള്ള നമ്മുടെ മുന്നിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ആരാ ഉത്തരവാദി? നമ്മൾ ഓരോരുത്തരാണ്. അവിടെ പറഞ്ഞൊരു കാര്യം, ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. അള്ളാനെ മറന്നുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്നവർ, നരകത്തിൽ പോകും. ചുട്ടു തിളക്കുന്ന വെള്ളത്തിലാണ്, തുളച്ചു കയറുന്ന ഉഷ്ണക്കാരിലാണ്. ഒന്നെന്താ? ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. ഇതിൻ്റെ അർത്ഥം എന്താ? വീടിലും കുടുംബാന്തരീക്ഷത്തിൽ ഇസ്ലാമിയത്തില്ല. ഈ ഇരിക്കണ നിങ്ങളെ പറ്റിയല്ല, നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ വെച്ചു ഒരു ദീനിൻ്റെ കാര്യവും ചർച്ച ചെയ്യാത്ത എത്ര വീടുകളാണെന്ന്. ഒരു ജുമ കഴിഞ്ഞ് വെള്ളിയാഴ്ച പള്ളിയിലെത്തി, നിങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ അല്ലേ, വാപ്പി മക്കളൊക്കെ സ്കൂളും മറ്റൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ എല്ലാ സമയത്തും ഉണ്ടാവില്ല. പക്ഷെ വീട്ടിലുള്ള സമയത്ത് ദീനിൻ്റെ ചർച്ചകൾ, എന്തൊരു സന്തോഷം. അപ്പോൾ ഒരു ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തി, ഇന്നെടുത്ത ആയത്തിനെ പറ്റി ഇന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളും വാപ്പിയും സംസാരിക്കുന്ന അവസ്ഥ എന്തൊരു സന്തോഷമാണ് അല്ലേ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പേ എല്ലാവരും ഖുർആൻ എടുത്ത് ഓതുന്നു. ഇനി പ്രഭാതത്തിൽ ഇക്കർ അപ്പം തന്നെ വേണമെങ്കിൽ ചെല്ല, സുബഹിക്ക് ശേഷമല്ല. നിങ്ങൾ വിത്ത് നിസ്കരിച്ച് സുബഹി ബാങ്ക് വിളിക്കാൻ അല്പസമയമുണ്ടോ? അവിടുന്ന് ചെല്ലിക്കോളി നിങ്ങളുടെ പ്രഭാതത്തിലെ ദിക്കർ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെല്ലാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം പറയുന്നത് തഹജ്ജുദ് എഴുന്നേറ്റ് അല്പം ഖുർആൻ ഓതി അല്ലെ, ആ സമയത്ത് ഖുർആൻ ഓതണം നമ്മൾ. അതും ഖുർആൻ ഓതുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ തുടർച്ചയായിട്ട് ഓതണം. നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണെന്നറിയാം, എങ്കിലും സൂചിപ്പിക്കാം. ഏതാനും ചില സൂറത്തുകൾ മാത്രം ദിവസം ഓതിയാൽ പോരാ. 114 സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കണം. അപ്പം ഇന്ന് നിങ്ങൾ സൂറത്ത് ബഖറയിൽ ഒരു 4 പേജ് ഓതിയാൽ തൊട്ടടുത്ത ദിവസം അതിൻ്റെ തുടർച്ച ഓതണം അല്ലേ. വിശ്വാസികളെ, നാളെ പരലോകത്ത് വലിയ പദവി കിട്ടുന്ന ആളുകൾ ആരാണെന്നോ? ഖുർആൻ്റെ ആളുകളാണ്.
നാളെ മഹ്ശറിലെത്തുമ്പോൾ അള്ള പറയാണ്, എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ടവരുണ്ട്. ഇന്ന ലില്ലാഹി അഹാലി മിനന്നാസ്. അല്ലേ, നമ്മൾ എവിടെയെങ്കിലും പോയാൽ പരിചയമുള്ള ഒരാൾ പറയുമ്പോൾ നമ്മളെ ആളാണെന്ന് പറയില്ലേ? നാളെ മഹ്ശറിലെത്തുമ്പോൾ പരലോകത്തുള്ള പറയാം, എൻ്റെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ നാരാ ഖുർആൻ പഠിക്കുന്നവരാണ്. വിശ്വാസികളെ അഹ്ലുൽ ഖുർആൻ എന്ന അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കുന്നവർ. ഞാൻ പറയട്ടെ, നമുക്കതിനുള്ള ഭാഗ്യത്തിൽ ആ അർഹത ലഭിക്കുന്ന ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അപ്പം ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ ആ സമയത്ത് കൃത്യമായിട്ട് ഓതണം ദിവസവും. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗകര്യപ്പെടുന്ന സമയങ്ങളിലൊക്കെയും അല്ലേ, ഖുർആൻ കയ്യിലെടുക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, സുബഹി ജമാഅത്തിന് ഇപ്പോൾ ഇവിടെയൊക്കെ ഈ പരിസരങ്ങളിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 19-ലധികം വീടുകൾ ഈ പരിസരങ്ങളിൽ തന്നെ ഈ പള്ളിയോടനുബന്ധിച്ചിട്ടുണ്ട്. സുബഹിക്ക് പള്ളിക്ക് പോകാൻ പറ്റുന്നവർ സുബഹിക്ക് പള്ളിയിൽ പോകണം. അൽഹംദുലില്ലാഹ്, നിങ്ങളെ കാര്യത്തിൽ സാധിക്കുന്നവർ ശ്രദ്ധിക്കണം. അല്ലേ, മഹാനായ പ്രവാചകന്റെ കാലത്തൊക്കെ കൃത്യമായി സുബഹി ജമാഅത്തിന് കുന്നിസാൽ മുഅ്മിനാത്ത് യശ്ഹദന മഅ റസൂലുള്ളാഹി സ്വലാത്തുൽ ഫജ്ർ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞങ്ങൾ പ്രവാചക പത്നിമാർ ഞങ്ങൾ സുബഹി നമസ്കാരത്തിന് പ്രവാചകന്റെ കൂടെ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. നിസ്കാരം കഴിഞ്ഞാൽ തമ്മിൽ ഞങ്ങൾ കണ്ടാൽ തിരിച്ചറിയുമായിരുന്നു. അപ്പം അത്ര ഇരുട്ടുണ്ടായിരുന്നു എന്ന്. ചില സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞിറങ്ങിയ നേരം വെളുത്തിട്ടുണ്ടാവില്ല. ഒരു സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി എത്രയാണെന്നോ? രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചതിൻ്റെ കൂലിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, ഒരു സുബഹി നമസ്കാരം മൻ സ്വല്ല സുബ്ഹ ഫി ജമാഅ, ഒരു സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് ഒരാൾ നിർവഹിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖാന ഖമൻ, അവൻ രാത്രി മുഴുവനും നിസ്കരിച്ചതിൻ്റെ കൂലിയാണ്. ഇതിൻ്റെയൊക്കെ വില നമ്മൾ അറിയുക നമ്മൾ ഇവിടുന്ന് യാത്രയാകുമ്പോഴാണ്. പിന്നെ അള്ളാഹിൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണം അവൻ ലഭിക്കുമെന്നാണ് മഹാനായ റസൂൽ പറഞ്ഞത്. ഫീ ദിമ്മത്തില്ല എന്ന്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് റബ്ബിൻ്റെ കാവലുണ്ടാകണം, അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹിൻ്റെ ഒരു കാവലും അവൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണോ? അതിലേറ്റവും പ്രധാനം എന്താ? അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത്, സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോയാലെന്ന്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരാണിനെയും വീട്ടിൽ നിസ്കരിക്കാൻ അനുവദിക്കരുത്. ഇടപെടണം. എന്തെങ്കിലും അസുഖമോ മറ്റുള്ള ആളുകൾക്കാണെങ്കിൽ പോകാൻ പറ്റില്ല. സുബഹി നിസ്കാരത്തിന് അല്ലേ, എല്ലാ ജമാഅത്തും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിസ്കാരേ ഇല്ല. ഇസ്ലാമികമായ കൃത്യമായ അവസ്ഥയിൽ നോക്കുകയാണ്, ആണുങ്ങൾക്ക് വീട്ടിൽ നിസ്കരിക്കാനേ പാടില്ല. ഫർദ് നിസ്കാരം, സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കാൻ പാടുള്ളൂ. വിശ്വാസികളെ, നമ്മളവരെ പ്രോത്സാഹിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, അത് നിങ്ങൾ ഇടപെടണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. കാരണം എന്താണെന്നോ, ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ റസൂലുള്ളാഹിന്റെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. മഹാനായ പ്രവാചകൻ തിരുമേനിയുടെ കാലത്ത് കണ്ണില്ലാത്ത ഉമ്മുക്തുവിനോട് നിസ്കരിക്കാൻ വരണമെന്ന് പറഞ്ഞെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ. വാഹനങ്ങളുണ്ട്, സുന്ദരമായ റോഡുണ്ട്, ടോർച്ചുണ്ട്, ലൈറ്റുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോയില്ലെങ്കിൽ, അല്ലെ ഒരു വക്ത് നിസ്കാരത്തിന് ജമാഅത്തിന് പോയിട്ടില്ലെങ്കിൽ കാര്യം പ്രയാസം. പരിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെ അള്ളാഹ് നാളെ പരലോകത്ത് സുജൂദിനായി ആവശ്യപ്പെടും. അത് സഹോദരിമാർ മാത്രം ഒഴിവല്ല, എല്ലാവരും ഇതിൽ ബാധകമാണ്. അള്ളാഹ് നാളെ മഹ്ശറിയിൽ അള്ളാഹു ആവശ്യപ്പെടും, യൗമ യുക്ശഫു അൻ സാകിം വയദഉന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. ചില ആളുകൾ സുജൂദിനായി വിളിക്കുമ്പോൾ ചിലർക്ക് സാധിക്കൂല, ചിലർ മുതുക് വളയിലാണ്. ആരാണ് ഇവരെന്നീന് മുഫസ്സിരിങ്ങൾ പറഞ്ഞ വിഷയം എന്താണോ? വഖദ് കാനു യുദ്ഔന ഇല സുജൂദി വഹും സാലിമുൻ. നല്ല ആരോഗ്യമുള്ള സമയത്ത് പള്ളിക്ക് സുജൂദിന് ക്ഷണിച്ചപ്പോൾ ക്ഷണിച്ചതിന് ഉത്തരം നൽകുക. അപ്പം എന്താ, സുബഹി ജമാഅത്തിന് ഒരു വക്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോകാത്തവർ, അള്ളാഹു വിളിച്ചയിടത്തേക്ക് ചെല്ലാത്തവർക്ക് അവിടെ അള്ളാഹിൻ്റെ മുന്നിൽ മുതുവളയില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ എത്ര ഗൗരവമാണത്. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്ന്, നമ്മുടെ ഒരു ദിവസം നന്മ നിറഞ്ഞതാക്കാൻ നമ്മളായിട്ട് തന്നെ ശ്രമിക്കണം. നമ്മളെ കയ്യിൽ ഫോൺ ഉണ്ടാകും. വിശ്വാസികളെ, എത്ര ആളുകളാണെന്നോ ഫോണിൽ സമയം ചെലവഴിക്കുന്നവർ. നമ്മളെ കയ്യിൽ ഫോണുണ്ട്, ഉപയോഗിക്കാം, എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. പക്ഷേ അതിലെ ചപ്പ് ചവറുകളും വെറുതെ സമയം ചെലവഴിക്കുന്നൊരവസ്ഥ നമ്മൾ ഒഴിവാക്കണം. കാരണം ഒരു മിനിറ്റ് എന്തിന് ചെലവഴിച്ചു എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ് കേട്ടില്ല, ലാ തസൂലു ഖദമ അബ്ദിൻ. ഒരു മനുഷ്യന്റെ കാലും വെച്ചയിടത്തുനിന്ന് പറിച്ച് ചവിട്ടാൻ അല്ലാഹു അനുവദിക്കൂല. ഹത്താ യുസ്അല അൻ അർബഇൻ, 2-3-4 കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ ഒരടി മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കൂല. സഹോദരിമാരെ, ഇന്ന് സമയമാണ്. ഞാൻ പറഞ്ഞെന്താണെന്നോ, നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ വല്ലാത്തൊരവസ്ഥ ഈ ഫോണാണ്. എല്ലാ പ്രയാസങ്ങളുടെയും കാരണം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം ഫോണാണ്.
അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളൊന്നും സമയം പോണില്ല, അതിന് പരിഹാരമായിട്ടാണ് ഇത്തരം അവസ്ഥകളെ കാണുന്നതെങ്കിൽ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോരോ മിനിറ്റുകളും ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. നമ്മുടെ നമസ്കാരവും നമ്മുടെ ഓത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കഴിച്ചത് പുലർത്തണം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ പ്രഭാതത്തിലെ ദിക്ർ അറിയാത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം. ആ ദിക്റുകളും ദുആകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ, വല്ലാത്തൊരു കൂട്ടാണ് അള്ളാഹുവിൻ്റെ. നമ്മൾ പ്രഭാതത്തിലെ ദിക്ർ ഒരു 10-15 മിനിറ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഗൗരവത്തോടെ അറിയിക്കണം. രാവിലെയും വൈകുന്നേരം ചെല്ലാത്തൊരു ദിവസം ഉണ്ടാകരുത്. അള്ളാഹിൻ്റെ വല്ലാത്തൊരു കാവൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഈ ദിക്ർ ചെല്ലാത്തൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ കാവൽ നഷ്ടപ്പെടുമെന്നാണ്. ഈ ദിക്ർ ശരിക്കും നമ്മൾ ചെല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, കാര്യപ്പെട്ട പ്രയാസങ്ങളിലോ ബുദ്ധിമുട്ടുകളോ നമ്മൾ അകപ്പെടൂല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം നന്മയിലാക്കുക. നമ്മുടെ ആഗ്രഹം എന്താ? അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ജന്നാത്തു ആദിനിൻ ലത്തി വഅത്തുഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം. അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ആരുടെയൊക്കെ കൂടെ കഴിയണം? നമ്മുടെ മാതാപിതാക്കൾ അല്ലേ? നമ്മുടെ വാപ്പ മരിക്കുന്നു, നമ്മുടെ ഉമ്മ മരിക്കുന്നു, അവസാനമായിട്ട് അമ്മാനിപ്പാനും കാണാൻ നമ്മൾ ആഗ്രഹിക്കും. എന്തേ? കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്തെടുക്കണ സമയത്ത് ഇനി ആരെങ്കിലും കാണണമെന്ന് ചോദിച്ചു ചെന്നിട്ട് ആ മുഖം ഒന്നുകൂടിയും കാണും. എന്തുകൊണ്ടാ സഹോദരിമാരെ? ഇനി ആ മുഖം കാണാൻ പറ്റുമല്ലോ എന്നാൽ വിശ്വാസിയാണോ? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ ആളെ കാണാനുള്ള അവസരമുണ്ട്. അതാണ് സ്വർഗം. ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഭർത്താവ് മരിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെ ഒരു സഹോദരിയാണ്. ഭർത്താവ് മരിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പം എന്താ? ഭർത്താവ് സ്വർഗത്തിൽ പോയ സന്തോഷമാണത്. അള്ളാഹിൻ്റെ ദീൻ്റെ മാർഗത്തിൽ അടർക്കളത്തിൽ അടരാടി യുദ്ധത്തിൽ മരിച്ച ഒരു സഹോദരി, ഭർത്താവ് മരിച്ചു. ഓരോരുത്തരിങ്ങനെ വരിക യുദ്ധക്കളത്തിൽ നിന്ന്, അയാളെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഓരോരുത്തരും മരിച്ചു പറയും, നിങ്ങളെ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് പറഞ്ഞു. ഇസ്തിർജാവ് നടത്തി, അഥവാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്താ വിഷയം? ആ സഹോദരി സ്വർഗ്ഗമാണ് ആഗ്രഹിച്ചത്. ഭർത്താവ് സ്വർഗത്തേക്ക് പോയി, ദീൻ്റെ മാർഗത്തിൽ വെട്ടേറ്റ് മുറിവേറ്റ് മരിച്ചു വേണം സ്വർഗത്തേക്കാണ്. എന്നിട്ട് ഈ സ്ത്രീയുടെ ചരിത്രം എങ്ങനെയെന്നു? പിന്നെ ആ സഹോദരിക്ക് 2-3 ആൺകുട്ടികളാണുള്ളത്. 3 ആൺകുട്ടികളാണ്. ഭർത്താവ് മരിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ, ഇനി ആ ആൺകുട്ടികളെങ്കിലും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ എന്നൊരാശ്വാസമായിരിക്കും. തൊട്ടടുത്തൊരു യുദ്ധം വന്നപ്പോൾ ഈ 3 മക്കളെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞേക്കാം. എന്തിനു? 3 ആളുകളെ യുദ്ധത്തിലേക്ക് വിട്ടു. മക്കളോട് പറഞ്ഞു, പൊയ്ക്കോളി, അള്ളാഹിൻ്റെ ദീൻ്റെ മാർഗത്തിൽ നിങ്ങൾ അടരാടി അള്ളാഹിൻ്റെ ദീൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ യുദ്ധക്കളത്തിൽ പോകണം എന്ന് പറഞ്ഞു. എന്തിനു പറയുന്നു? ഈ 3 മക്കളും യുദ്ധത്തിൽ മരിക്കാൻ. ആ സമയത്ത് ആ സഹോദരി പറഞ്ഞ വാക്കെന്താണെന്നോ? അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം. എൻ്റെ 3 മക്കളെയും ഏറ്റെടുത്ത് എന്നെ ബഹുമാനിച്ച റബ്ബേ, നിനക്ക് സർവ്വസ്തുതിയുമെന്നാണ്. സഹോദരിമാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ആരാണ് ആ സഹോദരിക്കുള്ളത്? ആരുമില്ല, അല്ല മാത്രമേ ഉള്ളത്. ആരാണ് ഈ സഹോദരി? ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു പേരാണ് ഹൻസാ റളിയല്ലാഹു അൻഹ. ഹൻസാ റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ടാണ് ആ ഒരു ധൈര്യം ആ സ്ത്രീക്ക് ലഭിച്ചത്? ഭർത്താവ് മരിച്ചു, 3 മക്കൾ മരിച്ചു. അപ്പം ആ സ്ത്രീ ന്യായമായും ആഗ്രഹിച്ചെന്താ? ഇനി എൻ്റെ ശരീരം അല്ല ഇഷ്ടപ്പെടുന്ന തരത്തിൽ ജീവിച്ച് റബ്ബിനെ കണ്ടുമുട്ടാൻ പറ്റിയാൽ ശാശ്വത ലോകത്ത് ഒന്നിച്ച് കഴിയാൻ പറ്റും. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരിമാരെന്നോ? അല്ലലില്ലാത്ത, അലട്ടലില്ലാത്ത, കുത്തുവാക്കില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ക്ഷീണമില്ലാത്ത, തളർച്ചയില്ലാത്ത ലോകം. ഹും വഅസ്വാജുഹും. അല്ലേ? ഈ ദുനിയാവിലൊന്ന് ശരിക്ക് സ്വൈരമായിട്ടിരിക്കാൻ പലപ്പോഴും നമുക്കാർക്കും സാധിക്കാറില്ല. ഓട്ടാണ് അല്ലേ? എല്ലാവർക്കും തിരക്ക് പിടിച്ച ജീവിതമാണ്. പക്ഷെ നാളെ പരലോകത്തോ വിശ്വാസികളെ ജന്നാത്തു അദിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗം. അതിലാരൊക്കെയാണ്? ഒമൻ സ്വലഹ മിൻ ആബാഹിം, സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ. അപ്പം നമ്മൾ നിസ്കരിക്കും, നമ്മൾ കുട്ടികൾ നിസ്കരിക്കണം. CRE മദ്രസ കാലം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ദീന് പഠിക്കാനുള്ള അനുഗ്രഹീതമായ സംവിധാനമാണ് CRE. നിങ്ങളെ വീട്ടിലെ മക്കൾ നിങ്ങൾ പറഞ്ഞു വിടണം. ദീന് നമ്മുടെ മക്കൾക്കില്ലെങ്കിൽ നമ്മുടെ മക്കൾ നന്മയുടെ വഴിയിൽ വരില്ല.
ഇന്നത്തെ ഒരു കാലഘട്ടം വളരെ അപകടമാണ്. ഫോൺ വളരെ അപകടമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇപ്പം പറഞ്ഞത് നമ്മുടെ മക്കൾ നമ്മളെ ചൂണ്ടി പരലോകത്ത് രക്ഷപ്പെടാൻ ഇടവരരുത്. മഹ്ശറിക്ക് സ്വർഗത്ത് ഇങ്ങനെ പോണ സമയത്ത് നിൽക്കിപ്പം മങ്ങളവിടെ നിങ്ങളെ നമുക്ക് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നൊരവസ്ഥ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചോളി സഹോദരിമാരെ. അഹ്ഖാഫ് സൂറയിലെ ആയത്തറിയില്ലേ നിങ്ങൾക്ക്? മാതാപിതാക്കളോട് തട്ടിക്കയറുന്ന മക്കൾ വല്ലതി കാലി വാലിദി ഉഫില്ലക്കുമാന, ഉപ്പാനോടും ഉമ്മാനോടും തട്ടിക്കയറി സംസാരിക്കുക. ശരിക്കും ഞാൻ ആ ആയത്തൊക്കെ ആളുകളോട് പറഞ്ഞു കൊടുക്കാറ് എന്താണോ, ഖുർആൻ അള്ളാന്റെ കലാമാണെന്നതിന് തെളിവാണ് ആയത്ത്. ഉപ്പാനോടും ഉമ്മാനും തട്ടിക്കയറി സംസാരിക്കുക മൂപ്പളമല്ലാതെ പറയാല്ലേ. ഉപ്പാനോടും ഉമ്മാനോടും, കാരണം വാപ്പിയും മീൻ ദീനിയായ നിലയിൽ ജീവിക്കണം എന്ന് മക്കളോട് പറയുമ്പോൾ, നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ ആ തഴുതാനി എന്നെ ഹുറജ പരലോകം പറഞ്ഞു നിങ്ങളെ നമ്മളെ പേടിപ്പിക്കണ്ട എന്ന് പറയുന്ന മക്കൾ ഒരു കാലഘട്ടത്തിൽ കടന്നു വരുമെന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ ഇന്ന് ലോകത്ത് അതാ ഉള്ളത്. നിങ്ങൾ ആയത്തൊന്ന് പരിശോധിച്ചു, അഹ്ഖാഫ് സൂറത്താണ്. ഇന്ന് ആയത്തിൻ്റെ മുമ്പ് എന്താണ്? 40 തികഞ്ഞവിടെ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരായത്തുണ്ട്. ഉപ്പാനെയും ഉമ്മാനെയും മനസ്സിലാക്കി ആത്മാർത്ഥമായി മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. എന്നാലോ ഉപ്പാനോടും ഉമ്മാനോടും കയർത്ത് സംസാരിക്കുന്ന മക്കൾ, പരലോകം പറഞ്ഞൊന്നും പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന മക്കൾ. സഹോദരിമാരെ, പറഞ്ഞതിൻ്റെ ചുരുക്കം, ഒരു വിട്ടുവീഴ്ചയും വേണ്ട, നമുക്ക് സ്വർഗം കിട്ടും. നമുക്ക് സ്വർഗം കിട്ടണം. ഈ ദുനിയാവല്ല ജീവിതം സഹോദരിമാരെ. 2-3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഇവിടം വിട്ടുപോകുമ്പോൾ അനുഗ്രഹത്തിൻ്റെ സ്വർഗം കിട്ടണം. ഒരു വാശിയാണ് സ്വർഗം വാങ്ങണം. നമുക്ക് എന്ത് ചെയ്യണം? നന്മകൾ ചെയ്യണം, പുണ്യം ചെയ്യണം. നന്മകൾ കൂടുതൽ ചെയ്യുന്നതിലുപരി തിന്മകളൊന്നും ചെയ്യരുത് സഹോദരിമാരെ. ഒരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആരോരും കാണുന്നില്ലെങ്കിലും അല്ലാഹ് നമ്മെ കാണുന്നു. അവനറിയാത്തൊരു നിമിഷം നമ്മുടെ ജീവിതത്തില്ല, അവനറിയാത്തൊരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തില്ല. ഏത് കോണിലാണെങ്കിലും അവൻ നമ്മെ നിരീക്ഷിക്കുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അവൻ നമ്മെ കറക്റ്റ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ റബ്ബിനെ പറ്റിയുള്ള നിറഞ്ഞ ബോധം സഹോദരിമാരെ നമ്മളിൽ ഉണ്ടാകണം. നമ്മളിൽ നന്മയുണ്ടാക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാമുമായി ഇടപഴകുന്നവരിലും നന്മയുണ്ടാക്കണം. നമ്മൾ നിസ്കരിക്കുന്നുവെങ്കിൽ അവരെ നമസ്കരിപ്പിക്കണം. നമ്മൾ ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ വരുന്നുവെങ്കിൽ എത്ര പഠിക്കാനുണ്ട് നമ്മൾ മക്കൾ എന്ന് പറഞ്ഞാൽ ഓലയും കൊണ്ടുവരണം. ഓർക്ക് പഠിക്കാൻ അള്ളാഹു എളുപ്പം കൊടുക്കും, അവർക്ക് ബുദ്ധി വളർച്ച കൊടുക്കും, ഓർമ്മശക്തി നൽകും. ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ ഒരാൾ വന്നാലേ ഓന് മെമ്മറി പവർ ഉണ്ടാകും, അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടാകും, അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. വിശ്വാസിനികളെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പ്രദേശത്തുകാരായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി നസീഹത്തുകളും ക്ലാസ്സുകളും കേൾക്കാൻ അവസരമുണ്ട്. നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഖുർആൻ പഠിക്കുന്ന മജ്ലിസുകൾ നിങ്ങൾ എത്തിപ്പെടുക. CRE പോലുള്ള സംവിധാനം നമ്മുടെ ഈ മഹല്ലിൽ നടക്കുന്നുവെങ്കിൽ, നമ്മുടെ ഈ പ്രദേശത്ത് നടക്കുന്നുവെങ്കിൽ നമ്മുടെ മക്കൾ നിർബന്ധമായും 1 മണിക്കൂർ നമ്മൾ പങ്കെടുപ്പിക്കണം. അവരെത്തണം. അവരാ 1 മണിക്കൂർ ആ ക്ലാസ്സിൽ ഭാഗവാക്കാകട്ടെ. അതിൻ്റെ സൽഫലം നമുക്ക് ഉപകാരപ്പെടും അല്ലേ? നാളെ പരലോകത്ത് നമുക്ക് സ്വർഗത്തിൽ ഇങ്ങനെ മാതാപിതാക്കൾക്ക് ഉയർച്ച കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഉയർച്ച ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വാപ്പിയും ഞാൻ അത്ഭുതപ്പെടും. പടച്ചോനെ, എനിക്ക് എങ്ങനെ ഈ നിലക്കുള്ള പദവി ഉയർന്നത്? അത്രമാത്രം നന്മകൾ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പം അള്ളാഹു അവിടുന്ന് പറയാണ്, എൻ്റെ മക്കളുടെ പ്രാർത്ഥനയാണെന്ന്. നിന്റെ മക്കളുടെ പ്രാർത്ഥന ഫലമായിട്ടാണ് നിനക്ക് ഉയർച്ച ലഭിച്ചത് എന്ന് പറയുന്ന സന്തോഷകരമായ അവസ്ഥ. വിശ്വാസിനികളെ, നമുക്ക് ആ ഭാഗ്യം ലഭിക്കണം. നാളെ പരലോകത്ത് അമ്മ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനും വജന്നത്തു നഈം. ഈ ഭാഗ്യത്തിൽ അള്ളാഹിൻ്റെ പ്രിയപ്പെട്ട അടിമകളായി സുഖത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, റാഹത്തിലേക്ക് വീട് മാറ്റം ലഭിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വമാ ഇൻ കാന മിനൽ മുകസ്സിബീന അല്ലാലീൻ ഫനുസുലുൻ മിൻ ഹമീം. ആ പ്രയാസകരമായ വഴിപിഴച്ച് നരകം സൽക്കാരമായി ലഭിച്ച് ചുട്ടു തിളക്കുന്ന വെള്ളത്തിലും തുളച്ചു കയറുന്ന ഉഷ്ണക്കാരിലും കഴിഞ്ഞുകൂടുന്ന ദൗർഭാഗ്യവതികളിൽ നമ്മൾ പെടാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. റബ്ബിനോട് അടുക്കുക. നമ്മുടെ സമയത്തിൻ്റെ വിലയും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കി യഥാവിധി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോൾ നന്മ നിറഞ്ഞതാണോ എന്ന് പരിശോധിക്കുകയും ഇന്ന് നന്മ നിറഞ്ഞതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമെങ്കിലും നന്മ നിറഞ്ഞതാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ വ്യാപൃതരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാൻ, അവനിഷ്ടപ്പെടുന്ന വഴികളിൽ മുന്നോട്ട് പോകാൻ, അവൻ്റെ തൃപ്തി ലഭിച്ച് അവൻ്റെ ശാശ്വത ലോകത്ത് ഇടം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.